2019 കിയ ഇന്ത്യയിലേക്ക് ആദ്യമായി സെൽട്ടോസിനെ കൊണ്ടുവന്നപ്പോൾ അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ ദ ബാഡാസ് ഇൻ യു എന്നായിരുന്നു. അത് അന്നത്തെ ആ ഒരു വരവ് ഇന്ത്യയിലെ SUV മാർക്കറ്റിനെ ശരിക്കും മാറ്റിമറിച്ചു. 2026 പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റുമായി എത്തുമ്പോൾ കിയ പറയുന്നത് ടാഗ് ലൈൻ ഈസ് ബാഡാസ് ഫോർ എവർ എന്നാണ്. വണ്ടിയുടെ ഒരു ലുക്കും പ്രസൻസും കണ്ടാൽ നമുക്ക് ശരിക്കും തോന്നിപ്പോവും ദിസ് ഇസ് എ ബാഡാസ്. നമുക്കിന്ന് ഈ വീഡിയോ ടെസ്റ്റ് ഡ്രൈവിനെ തന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്തെ ഇൻജിയോൺ കിയ ആണ്. അവരുടെ സെയിൽസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും വളരെ പ്രൊഫഷണൽ ആയ ഒരു അപ്രോച്ച് ആണ് അവരുടേത്. നിങ്ങൾക്ക് കിയ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മോഡൽസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. സോ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വെൽക്കം ബാക്ക് ടു ഡ്രൈവ് ഓപ്പസ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ പുതിയ കിയ ഡിജിറ്റൽ ടൈഗർ ഫേസ് ഗ്രിൽ നോക്കിയേ, പഴയതിനേക്കാൾ കുറച്ചുകൂടി മസ്കുലർ ആയിട്ടുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാർ മാപ്പ് LED DRLs, പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് വരുന്നത് ഒരു 4 എലമെന്റുകളുള്ള ഐസ് ക്യൂബ് LED ഹെഡ്ലാംപ്സ് ആണ്. രാത്രിയിലൊക്കെ നല്ല വിസിബിലിറ്റി കിട്ടും. ആൻഡ് അതിന്റെ താഴെ LED ഫ്രണ്ട് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതും ആ സ്ലീക്ക് ഡിസൈനിലുള്ള ബമ്പറും കൂടി ചേർന്നപ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടി ഒരു അഗ്രസീവ് ലുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വണ്ടിയുടെ സൈഡ് ലുക്കിനെ പറ്റി പറയാം. സോ നമുക്ക് ഒരു 16 ഇഞ്ച് സ്റ്റീൽ സ്റ്റൈൽ വീലാണ് വരുന്നത്. ORVMൽ തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫോൾഡബിൾ ആണ്. ഇനി റിയറിലേക്ക് വന്നാൽ മുകളിൽ ഒരു ഷാർക്ക് ഫിൻ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, കണക്റ്റഡ് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്കിഡ് പ്ലേറ്റ് താഴെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ റിയർ കാണാൻ അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. STE വേരിയന്റ് മാത്രമാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഇല്ലാത്ത, ബാക്കിയെല്ലാം ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. സോ ഇനി നമുക്ക് ബൂട്ട് സ്പേസിനെ പറ്റി നോക്കാം. സോ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇവിടെ താഴെ ഒരു റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ആൻഡ് ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 447 ലിറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം കിടന്നു പോകാൻ വരെയുള്ള സ്പേസ് അകത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു സബ് വൂഫർ, താഴെ സ്പെയർ വീൽ വരുന്നുണ്ട്, സ്റ്റീൽ വീലാണ്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ആൻഡ് ഡോർ തുറന്ന് അത്യാവശ്യം നല്ല വൈഡായി തന്നെ ഡോർ തുറക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഡോർ ഹാൻഡിൽ തന്നെ അത്യാവശ്യം എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്, നല്ല സ്പേസും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് നമുക്ക് മാനുവൽ കൺട്രോൾസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവലർ, ഓട്ടോ ഹോൾഡ് സ്വിച്ചസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ബോണറ്റ് ഓപ്പണിംഗ് ലിവർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് IRVM ഓട്ടോ ഡേ നൈറ്റ് എല്ലാം വരുന്നതാണ്. സൺറൂഫ് ഒന്ന് തുറന്നു നോക്കാം. സോ നമുക്കൊരു പനോറാമിക് സൺറൂഫ് ആണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന ഒരു സൺറൂഫ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇന്റീരിയർ ലൈറ്റ്സിന്റെ സ്വിച്ച് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിംഗിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ തന്നിട്ടുണ്ട്. സൺവൈസർ നമുക്ക് ഡ്രൈവർ സൈഡ് മിറർ ഇല്ല, പാസഞ്ചർ സൈഡ് ഉണ്ട്. ആൻഡ് ഗ്ലൗ ബോക്സ് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു 12 ഇഞ്ച് സിസ്റ്റമാണ് വരുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. ഒരു വാലേ മോഡൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് എല്ലാം മാനുവൽ സ്വിച്ചസ് ആണ്. വളരെ പ്രീമിയം ഫിനിഷ് ആയിട്ടുള്ള ഒരു സ്വിച്ചസ് ആണ്. ടച്ച് സ്ക്രീൻ സ്വിച്ചസിനേക്കാളും നല്ലത് ഇതാണ്. പിന്നെ ഇവിടെ താഴെ 3 C-type പോർട്ട്, ഒരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആംറസ്റ്റിന്റെ താഴെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതിൽ തന്നെ 12 വോട്ട് ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. കീ ഇതാണ്, കീ ഫോബ് ഇതാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കീ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഇനി സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ റീച്ചബിൾ പൊസിഷനിലാണ് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉള്ളത്. MID കൺട്രോൾ ചെയ്യാനും ഓഡിയോ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. MID കൺട്രോൾസും ക്രൂയിസ് കൺട്രോളും ലെഫ്റ്റ് സൈഡിലും, ഓഡിയോ കൺട്രോൾസ് ഒക്കെ റൈറ്റ് സൈഡിലുമാണ് വരുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാനും അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് ഉള്ള നല്ലൊരു കംഫർട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. ഒരു ഡബിൾ D കട്ട് സ്റ്റിയറിംഗ് വീൽ. ഓക്കെ, റിയർ സീറ്റ് നമുക്ക് റിയർ ഡോർ നല്ല ഒരു വൈഡ് ഓപ്പണിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഇതാണ് ഒരു വ്യൂ. ആൻഡ് ആം റെസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. റിയർ AC വെൻ്റ് ഉണ്ട്, ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട് ഓഫ് ഫാക്ടറി നമുക്കിത് വരുന്നുണ്ട്. സോ നമുക്കിനി ഡ്രൈവിംഗിലേക്ക് കിടക്കാം.
ആദ്യം തന്നെ ഇതിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം സീറ്റിംഗ് പൊസിഷൻ ആണ്. പഴയ സെൽട്ടോസിൽ ഒരു നോർമൽ കാറിലിരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. കാരണം കുറച്ച് താഴ്ന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ആയിരുന്നു. ഈവൻ ദോ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു താഴ്ന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ആയിരുന്നു. പക്ഷെ അത് ഇന്ന് ഇപ്പോൾ വന്നപ്പോഴേക്കും ഒരു ഹൈ SUV സീറ്റ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. റോഡൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയി കാണാൻ കഴിയും. ഡ്രൈവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ സ്മാർട്ട് സ്ട്രീം പെട്രോൾ എഞ്ചിനാണ്. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. റിഫൈൻമെന്റ് ഒക്കെ ആസ് യൂഷ്വൽ കിയയുടെ എഞ്ചിൻസ് വെൽ റിഫൈൻഡ്. വണ്ടി ഓൺ ആണെന്ന് പോലും നമ്മൾ അറിയില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു യൂ ടേൺ എടുക്കാം. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഒരു ടേൺ ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആണ്. ആൻഡ് ടേണിംഗ് റേഡിയസും അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ആൻഡ് സിറ്റി തിരക്കിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ വണ്ടി നൽകുന്ന ഒരു കംഫോർട്ട് വേറെ തന്നെയാണ്. ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് ഫീല് വളരെ ലൈറ്റ് ആണ്. ലൈറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഇത് വലിയൊരു SUV ഓടിക്കുന്ന ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ ലോ സ്പീഡിലൊക്കെ സ്റ്റിയറിംഗ് നൽകുന്ന ഫീഡ്ബാക്ക് ഒക്കെ പഴയ ജനറേഷൻ കണക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ്. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെ എഞ്ചിൻ ഓപ്ഷനുകൾ അവൈലബിൾ ആണെന്ന് നോക്കാം. പ്രധാനമായും 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് കിയ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ദ സെൽട്ടോസ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ സ്മാർട്ട് സ്ട്രീം പെട്രോൾ എഞ്ചിൻ അറൌണ്ട് 113 bhp പവറും 144 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. കൂടാതെ ഒരു IVT ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. പിന്നെ കുറച്ചുകൂടെ പവർ വേണമെന്നുള്ളവർക്ക് ഒരു 1.5 ലിറ്റർ സ്മാർട്ട് സ്ട്രീം ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതിൽ നമുക്കൊരു 158 bhp പവറും 253 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ അവൈലബിൾ ഇൻ 6 സ്പീഡ് IMT ഗിയർ ബോക്സ് ആൻഡ് 7 സ്പീഡ് DCT ഗിയർ ബോക്സ്. പിന്നെ ഉള്ളത് ഒരു 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ്. അതിനകത്ത് നമുക്കൊരു 114 bhp പവറും 250 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആൻഡ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. കിയയുടെ പുതിയ K3 പ്ലാറ്റ്ഫോം ഇതിന് നൽകുന്ന സ്റ്റെബിലിറ്റി ശരിക്കും അനുഭവിച്ചറിയണം. ഹൈവേയിൽ നല്ല സ്പീഡിലൊക്കെ വണ്ടി റോഡിൽ നല്ല പ്ലാൻഡ് ആയിട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കിയയുടെ NVH ലെവൽസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഈവൻ ദ ഡീസൽ എഞ്ചിന് പോലും വളരെ സൈലന്റ് ആണ്. എഞ്ചിൻ സൗണ്ട് ഒട്ടും ക്യാബിനിലേക്ക് എത്തുന്നില്ല. പുറത്തെ ടയർ നോയ്സോ കാറ്റിന്റെ സൗണ്ട് ഒന്നും അകത്തേക്ക് വരുന്നില്ല. NVH ലെവൽസ് ഒക്കെ വളരെ കണ്ടെയ്ൻഡ് ആണ്. പഴയ സെൽട്ടോസിൽ ഉണ്ടായിരുന്നത് കുറച്ചൊരു അല്പം കൂടി സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആയിരുന്നു. അത്ര നോട്ടീസബിൾ അല്ല, എന്നാലും ഒരു കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആയിരുന്നു പഴയ സെൽട്ടോസിലുണ്ടായിരുന്നത്. എന്നാൽ ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ കിയ അത് മാറ്റി സസ്പെൻഷൻ ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം മോശം റോഡുകളിൽ കൂടിയൊക്കെ ഓടിക്കുമ്പോൾ വണ്ടി നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സീറ്റുകളുടെ കുഷനും ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ വളരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്കിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സേഫ്റ്റിക്കായി 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. പെട്ടെന്നൊരു എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ വന്നാലും വണ്ടി നല്ല കോൺഫിഡൻസ് ആയിട്ട് നിർത്താൻ പറ്റുന്നുണ്ട്. ബോഡി റോളൊക്കെ വളരെ കുറവാണ്. ഈവൻ ദി പ്രീവിയസ് ജനറേഷൻസ് ഓൾസോ ബോഡി റോൾസ് ഒക്കെ അത്ര ഒന്നുമില്ല. ഇതിലും അതുപോലെ തന്നെ ബോഡി റോൾസ് ഒക്കെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ ആട്ടം ഒന്നും ഫീൽ ചെയ്യത്തില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മൈലേജിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ 1.5 നാച്ചുറലി ആസ്പിറേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു 12 to 14 kmpl ഹൈവേയിൽ നമുക്ക് കിട്ടും. ഒരു 80-90 സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്താൽ ഒരു 17 to 18 kmpl വരെ നമുക്ക് ഈ പെട്രോൾ വേരിയന്റ് പ്രതീക്ഷിക്കാം. ഞാൻ കൂടുതലും പറയുക പവർ പഞ്ചിനേക്കാൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ 1.5 പെട്രോൾ എഞ്ചിൻ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2026 മോഡൽ സെൽട്ടോസിനെ ഒരൊറ്റ വാക്കിൽ ദി കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ വിളിക്കാം. 2019 തുടങ്ങിയ ആ ഒരു ബാഡാസ് പാരമ്പര്യം ഇപ്പോൾ കിയ ഒരു ബാഡാസ് ഫോർ എവർ എന്ന ടാഗ് ലൈനിൽ കൂടുതൽ കരുത്തുറ്റതായി കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊരാൾക്കും അനുയോജ്യമായ എൻജിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നമുക്കിപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഇത് തന്നെയാണ് സെൽട്ടോസിന്റെ വിജയം. ബിക്കോസ് നമുക്ക് ഇപ്പോൾ സ്മൂത്ത് പെട്രോൾ വേണോ, പവർഫുൾ ആയി ടർബോ വേണോ, അതോ ലോങ് ട്രിപ്പിന് പറ്റിയ ഒരു ഡീസൽ വേണോ, കിയയ്ക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. കൂടെ നിങ്ങൾക്ക് പുതിയ പനോറാമിക് സൺറൂഫ്, ആ ഒരു SUV സീറ്റ് പൊസിഷൻ, സെൽട്ടോസിനെ ഈ സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടിയായി നിലനിർത്തുന്ന മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് കേരളത്തിലെ റോഡുകളിൽ ഇതിന്റെ ആ ഒരു പുതിയ സസ്പെൻഷൻ നൽകുന്ന കംഫർട്ടും ശരിക്കും ഇംപ്രസീവ് ആണ്. വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു 13.27 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ ദ ബേസ് വേരിയന്റ് ഹാസ് ഓൾമോസ്റ്റ് ഓൾ ദി ഫീച്ചേഴ്സ്. ഈ വണ്ടി ശരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തെ എൻജിയോൺ കിയ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ റിവ്യൂസുമായി ഡ്രൈവ് ഓപ്പസ് വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.